ഐ എം ഷംന ജനറലിസ്റ്റ് വർക്കിംഗ് ഇൻ ദുബായ്. ഇപ്പോൾ എല്ലാവരും പുറത്തൊക്കെ പോയിട്ട് ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനാണ് നോക്കുന്നത്. സോ നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഏറ്റവും അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് GCC കൺട്രീസാണ്. അതിൽ തന്നെ UAE ആയിരിക്കും മിക്കവാറും ആൾക്കാർ ഓപ്റ്റ് ചെയ്യുക. അപ്പം ഞാനും ഇതുപോലെ ഇങ്ങനെ നോക്കിയപ്പം ഞാൻ ഈ ഒരു UAE വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ഗൂഗിൾ ചെയ്തിട്ടും അല്ലെങ്കിൽ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തപ്പോഴും എനിക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ അവിടെ നിന്ന് കിട്ടി, കുറച്ചൊക്കെ അപ്പുറത്ത് നിന്ന് കിട്ടി, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെച്ച് ഞാൻ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. സോ ആ ടൈമിൽ തന്നെ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. സോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ UAE വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് എമിറേറ്റിലാണോ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ എക്സാം എഴുതാൻ. അതായത് നമ്മൾ ഈ BDSന് ഇവിടെ ഒരു എക്സാം എഴുതിയാൽ മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈസൻസിങ് എക്സാം ഉണ്ട്. ഇതൊക്കെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലൈസൻസിങ് എക്സാം ഉണ്ട്. ഈ ലൈസൻസിങ് എക്സാം എന്ന് പറയുന്നത് ഓരോ എമിറേറ്റിനും വ്യത്യാസമുണ്ട്. ഓരോ എമിറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദുബായ് ആണെങ്കിൽ നമുക്ക് DH എക്സാം എഴുതിയാൽ മതി. ഇനി അഥവാ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, പിന്നെ ഫുജൈറ, അങ്ങനെയുള്ള ബാക്കിയുള്ള 7 എമിറേറ്റ്സിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 5 എമിറേറ്റ്സിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് MOH ആണ്. ഇനി അബുദാബി ആണെങ്കിൽ നിങ്ങൾക്ക് DOH അല്ലെങ്കിൽ ഹാർഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യാൻ. അതിനനുസരിച്ച് നിങ്ങൾ എക്സാം എടുക്കുകയും വേണം. പിന്നെ ഈ എക്സാം നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് എല്ലാവരും 2 ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ ഇൻറ്റേൺഷിപ്പ്, അതായത് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് കൂടി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എല്ലാത്തിലും ഒരുപോലെയാണ്. ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഡെൻ്റൽ കൗൺസിൽ, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ KDC രജിസ്ട്രേഷൻ, നമ്മളെ കേരള ഡെൻ്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ, പിന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് വേണ്ടത്. അത്രയോ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിതിനെ അപ്ലൈ ചെയ്യാം. പിന്നെ പ്രിപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ